ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളെ പറ്റിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ഭക്ഷ്യവിളയായിട്ടുള്ള നെല്ലിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എന്താണ് ഖാരിഫ് വിള എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുകയും മൺസൂണിൻ്റെ അവസാനത്തിൽ വിളവെടുക്കാൻ പാകമാവുകയും ചെയ്യുന്ന കാർഷിക വിളകളെയാണ് ഖാരിഫ് വിളകളെന്ന് പറയുന്നത്. ഇതൊരു മഴക്കാല കൃഷിയാണ്. ഇന്ത്യയിലെ വിവിധ കാർഷിക കാലഘട്ടങ്ങളെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക. എക്സാമിന് ചോദിക്കാം, നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഏത് എന്ന് ചോദിക്കപ്പെടാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ ഒരു പ്രമുഖ ഭക്ഷ്യവിളയാണ് നെല്ല്. ഈ നെല്ലൊരു ഖാരിഫ് വിളയാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയേണ്ടത്, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്. നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയിൽ നമ്മൾ പിന്നീട് പറയുന്നത്, ഉയർന്ന തോതിൽ താപനിലയും ഉയർന്ന തോതിൽ മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമേ നെൽകൃഷി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഉയർന്ന തോതിൽ താപനില എന്ന് പറഞ്ഞാൽ 24 ഡിഗ്രി സെൽഷ്യസിലധികം താപനില ഉണ്ടായിരിക്കണം. അതേ സമയത്ത് തന്നെ 150 സെൻറ്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന ഒരു പ്രദേശവുമായിരിക്കണം. അപ്പോൾ എക്കൽ മണ്ണ് ഉണ്ടായിരിക്കണം, 24 ഡിഗ്രി സെൽഷ്യസിലധികം താപനില ഉണ്ടായിരിക്കണം, 150 സെൻറ്റിമീറ്ററിലധികം മഴയും ലഭിക്കുന്ന ഒരു പ്രദേശമായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയുള്ള മണ്ണുള്ള പ്രദേശത്താണ് നെൽകൃഷിക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള കാലാവസ്ഥ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നെൽകൃഷി ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശങ്ങളിലാണ്. കാരണം ഇവിടെയുള്ള കാലാവസ്ഥ നെൽകൃഷിക്ക് അനുയോജ്യമാണ്. ഒരേ സമയത്ത് ഉയർന്ന തോതിൽ മഴ ലഭിക്കും, അതേസമയം തന്നെ ഉയർന്ന തോതിലുള്ള താപനിലയും ഈ പ്രദേശങ്ങളിൽ ഉണ്ട്. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തിൻ്റെ സഹായത്തോടു കൂടി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. കൂടാതെ പർവ്വത മേഖലകളിൽ തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഇതാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും ഭൂപ്രകൃതിയും. ഈ ചോദ്യം നേരിട്ട് ചോദിക്കുന്നതിന് പകരം ഒരുപക്ഷെ എക്സാമിന് ചോദിക്കുന്നുണ്ടായിരിക്കുക, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശത്ത് മാത്രമായി നെൽകൃഷി കാണപ്പെടുന്നത് എന്ന് ചോദിക്കപ്പെടാം. അപ്പോൾ നമ്മൾ പറയേണ്ടത് കാലാവസ്ഥ അടിസ്ഥാനമാക്കിയാണ് പറയേണ്ടത്. നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ കാണപ്പെടുന്നത് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശത്ത് നെൽകൃഷി കാണപ്പെടുന്നത് എന്ന് എഴുതി വെക്കണം. അതിനുശേഷം നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഏത് എന്ന് നമ്മൾ എഴുതണം. വളരെ ഉയർന്ന തോതിലുള്ള മഴയും ഉയർന്ന തോതിലുള്ള താപനിലയും ഒരേ സമയം ലഭിക്കുന്ന കാലാവസ്ഥയാണ് നെൽകൃഷിക്ക് വേണ്ടത്. അത്തരം കാലാവസ്ഥയാണ് ഇന്ത്യയുടെ തീരപ്രദേശത്തുള്ളത്. അതുകൊണ്ടാണ് നെൽകൃഷി അവിടെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ നെൽകൃഷി കാണപ്പെടുന്നില്ല എന്ന് ചോദിക്കപ്പെടാം. അപ്പോഴും നമ്മൾ കാലാവസ്ഥ അടിസ്ഥാനമാക്കിയാണ് പറയേണ്ടത്. ഉത്തരേന്ത്യയിലെ കാലാവസ്ഥ നെൽകൃഷിക്ക് അനുയോജ്യമല്ല. നെൽകൃഷിക്ക് ഒരേ സമയം ഉയർന്ന താപനിലയും ഉയർന്ന മഴയും ലഭിച്ചിരിക്കണം. ഉത്തരേന്ത്യയിലെ കാലാവസ്ഥ ഇത്തരത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ നെൽകൃഷി കാണപ്പെടുന്നില്ല എന്ന് എഴുതി വെക്കണം.